അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവൻ ഗുരുവായിരുന്നു. ലോകത്തിന് മുഴുവൻ സന്മാർഗദർശിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഏത് വിധത്തിലായിരുന്നു എന്നാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചിരുന്നത് നിങ്ങളാരും സംസാരിക്കുന്നത് പോലെ വേഗത്തിലായിരുന്നില്ല. പ്രവാചകൻ്റെ വർത്തമാനം വാക്കുകൾ എണ്ണി തിട്ടപ്പെടുത്താവുന്ന വിധത്തിലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാവുന്ന വിധത്തിലുമായിരുന്നു എന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും സംസാരം കേൾക്കുമെങ്കിൽ നന്നായി പറയാനുള്ള ആൾക്ക് പറഞ്ഞത് മുഴുവൻ ശ്രവിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായി മറുപടി പറഞ്ഞിരുന്നുള്ളൂ എന്നും നമുക്ക് ഹദീസിലൂടെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ മാർദ്ദവമായ സ്വഭാവമുള്ള ആളായിരുന്നു. കാര്യങ്ങളെ സംബന്ധിച്ച് കേട്ട് അറിഞ്ഞു മനസ്സിലാക്കുകയും ഓരോരുത്തരുടെയും പദവിക്കനുസരിച്ച് ഓരോരുത്തരുടെയും അറിവിനനുസരിച്ച് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിച്ച് അവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുമായിരുന്നു. ഒരുപക്ഷെ ചില കാര്യങ്ങളെല്ലാം തന്നെ 3 തവണ ആവർത്തിക്കുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 3 തവണ ആവർത്തിക്കുന്ന വർത്തമാനം വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. അത് ആളുകൾക്ക് മനസ്സിലാക്കാനായിരിക്കും. അപ്രകാരം തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും സംസാരത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. ചില ആളുകളൊക്കെ പ്രവാചകൻ്റെ അടുത്ത് വന്ന് സംസാരം കേൾക്കാൻ വേണ്ടി പേടിച്ച് പതുങ്ങി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയും, ഹൗവിൻ അലൈക്ക് ഇനി ലസ്തു ബി മലിക്, ഞാനൊരു രാജാവൊന്നുമല്ല, ഉണക്കമാംസം കഴിച്ചിരുന്ന ആമിനയുടെ പുത്രനായ മുഹമ്മദാണ് ഞാൻ, അതുകൊണ്ട് പേടിക്കാതെ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സംസാരിക്കാൻ വരുന്നവരെ സ്വീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ്റെ സംസാരവും ശൈലിയും നിങ്ങളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, നല്ല സംസാരത്തിൻ്റെ ഉടമകളാകാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.